അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ ദിവസത്തിന്റെ മഹത്വം ധാരാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറഫ ദിവസം എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള വെറുപ്പുള്ള ദിവസമാണ് അറഫാസ് ദിനം. അള്ളാഹുവിന്റെ മഹത്തുക്കൾ പറയുന്നുണ്ട്, രാത്രികളിൽ വെച്ച് ഏറ്റവും ഖൈറായ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ പകൽ അത് അറഫയുടെ പകൽ എന്നാണ്. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഉത്തമമായ ദുആ അത് അറഫ ദിവസത്തിലെ ദുആയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ അറഫ ദിവസത്തിൽ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇലാഹായ പടച്ച റബ്ബിലേക്ക് ചോദിക്കുക. അല്ലാഹു തആല ഇജാബത്ത് ഉത്തരം നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു പകലാണ് ഈ അറഫയുടെ പകൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ അറഫ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ദിക്റും അതുപോലെ തന്നെ മഹത്തുക്കൾ അറഫ ദിവസം ചെല്ലാൻ പഠിപ്പിച്ച ദിക്റുമാണ് ഇൻഷാ അല്ലാഹ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1000 പ്രാവശ്യം ഓതൽ നല്ലതാണ്. ഇങ്ങനെ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതിനു ശേഷം അവൻ ഇലാഹായ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താൽ നീ എന്തു ചോദിക്കുന്നോ അത് നിനക്ക് നൽകപ്പെടുമെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ഇലാഹായ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തോ, നിനക്ക് വേണ്ടത് നന്മയുള്ള എല്ലാ കാര്യവും നീ ചോദിച്ചോ, അള്ളാഹു നിനക്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഈ സുന്ദരമാക്കപ്പെട്ട അറഫയുടെ പകലിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന നരകത്തിൽ നിന്നുള്ള കാവൽ ചോദിക്കുന്ന ഈ ദുആ അധികരിപ്പിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യൗതികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫയുടെ ആ ദിവസം അല്ലാഹു തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ അത്രയും അധികം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ അറഫയുടെ ദിവസം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ എന്ന ഈ ദിക്ർ ഇത് നാം അധികരിപ്പിക്കണം. അതുപോലെ തന്നെ അറഫയുടെ ദിവസത്തിൽ ഇനി പറയാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ ആൽ ഇംറാനിലെ 96, 97 ആയത്തുകളാണ്. ഈ ആയത്ത് ഏതെങ്കിലും ഒരാൾ അധികരിപ്പിച്ചാൽ നമുക്ക് കഴിയുന്ന അത്ര ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം ഹജ്ജ് എന്ന ആ സുന്ദരമാക്കപ്പെട്ട സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുമെന്നാണ്. നമ്മുടെ എല്ലാവരുടെയും വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ, അല്ലാഹു തആല ആ ആഗ്രഹം സഫലീകരിച്ചു തരുമെന്നാണ്. ഹജ്ജ് ചെയ്തവരാണ് ഓതുന്നതെങ്കിൽ അവരുടെ ഹജ്ജിന് അല്ലാഹു തആല 100 മാർക്ക് കൊടുക്കുന്നതാണ്. അതായത് സ്വീകാര്യോഗ്യമായ ഹജ്ജായി അല്ലാഹു തആല അവരുടെ ഹജ്ജിനെ പരിഗണിക്കുമെന്നാണ്. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഏതെന്നറിയുമോ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس هج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين എന്ന ഈ സുന്ദരമായ ആയത്താണ്. ഇത് ഈ അറഫ ദിവസം നാം അധികരിപ്പിക്കണം. പടച്ച റബ്ബ് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഇനി പറയുന്ന ദിക്ർ 10 തവണ ചൊല്ലിയാൽ, ഈ അറഫ ദിവസത്തിൽ 10 തവണ ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു നൽകുമെന്നാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഏതെന്നറിയുമോ ആ ദിക്ർ?
ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ദുഹൂർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ ലാ ഇലാഹ ഇല്ലല്ലാഹു عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور എന്ന ഈ ദിക്റും ഈ അറഫാ ദിവസത്തിൽ 10 തവണ നാം പാരായണം ചെയ്യണം. അതുപോലെ അറഫാ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികരിപ്പിച്ച ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതും നാം അധികരിപ്പിക്കാൻ ശ്രമിക്കണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതുപോലെ മഹത്തുക്കൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ ഇനി പറയാൻ പോകുന്ന ദിക്ർ അറഫാ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് 100 പ്രാവശ്യം ചൊല്ലിയാൽ, 100 തവണ ചൊല്ലിയാൽ അല്ലാഹു തആല അർശിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയും, നീ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു, നിനക്ക് എന്റെ തൃപ്തിയുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ ചോദിച്ചോ, നിനക്ക് നാം നൽകാമെന്ന് പടച്ചുറപ്പ് പറയുമെന്ന് ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. അറഫാ ദിവസത്തിൽ 100 പ്രാവശ്യം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഏതെന്നറിയുമോ ദിക്ർ? ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹു അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാ മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ അറഫാ ദിവസത്തിൽ ഇസ്തിഗ്ഫാർ നാം വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഈ അറഫാ ദിവസത്തിൽ ചൊല്ലാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നൽകട്ടെ. അറഫയുടെ മഹത്വം കരസ്ഥമാക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രത്യേകമായ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉസ്താദുമാരും ഉൾപ്പെടുത്തണം എന്ന ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.